പുണർദ നക്ഷത്രത്തിന്റെ കാൽഭാഗം മാത്രമാണ് മിഥുനക്കൂറിലുള്ളത്. ബാക്കി മുക്കാൽ ഭാഗവും നമുക്ക് കർക്കിടകക്കൂറിലാണ്. കാൽഭാഗം മാത്രമുള്ള പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കണ്ടകശനിയുടെ ഒരു കാലഘട്ടവും വ്യാഴാണെങ്കിൽ ജന്മത്തിലുള്ള ഒരു വ്യാഴമാണ്. തൊഴിലിനെ നല്ല പോലെ ശ്രദ്ധിച്ച് സ്നേഹിച്ച് അതിനെ കൊണ്ടുപോകണം. നമുക്ക് ജോലി ധാരാളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് വരും. അതുപോലെ തന്നെ വ്യാഴം നമുക്ക് കൂടെയുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക, ഗണപതിക്ക് കറുകമാല കൊടുക്കുക. ഇതാണ് ഈ മിഥുനൻ രാശിയിലുള്ള പുണർദ നക്ഷത്രക്കാർ ചെയ്യേണ്ടത്. കർക്കിടക രാശിയിലുള്ള പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൽ ശനി ഏറ്റവും നല്ല ഭാവമാണ്. 3ാം ഭാവത്തിൽ നമുക്ക് കേതു വരുന്നുണ്ട്. രാഹു അഷ്ടമത്തിലാണ് വരുന്നത്. അപ്പൊ ആ രാഹു അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് വെറുതെ നടന്നാലും തടഞ്ഞു വീഴാൻ സാധ്യതയാണ്. അപ്പൊ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അവര് വളരെയധികം ശനീശ്വരനെ പ്രാർത്ഥിക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പട്ടുപൂജയൊക്കെ കൊടുക്കുക. വ്യാഴത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും പൂജകളും സുദർശന ഹോമം ചെയ്യിപ്പിക്കുക. ഇടയ്ക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വിഷ്ണുവിന് നെയ്യ്, ചന്ദനത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക.